അങ്ങനെ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് 5 വിക്കറ്റിന് തോറ്റ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകളൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ടിലാണ്. ഇന്നത്തെ കേട്ടോടുകൂടി സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തു. ഒപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസും സൺറൈസേഴ്സിനോടൊപ്പം ക്വാളിഫൈ ചെയ്യാനുണ്ടായത്. ഇനി അവസാന സ്ഥാനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് വരും ദിവസങ്ങളിൽ തന്നെ നമുക്കറിയാവുന്നതാണ്. ചെന്നൈക്ക് ഇനി പ്ലേ ഓഫിൽ എത്തുമെന്ന് വെച്ചാൽ ചെറിയൊരു സാധ്യത മാത്രമേ ഉള്ളൂ. അടുത്ത മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നല്ലൊരു റണ്ണിൽ വിജയിക്കും വേണം. ഒപ്പം തന്നെ പഞ്ചാബ് കിങ്സ്, രാജസ്ഥാൻ റോയൽസ്, ഡൽഹി ക്യാപിറ്റൽസ്, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇവരൊക്കെ വരും മത്സരങ്ങളിൽ തോൽക്കുകയും വേണം. അത് അത്ര ഈസി ആയുള്ള കാര്യമല്ല. ഈ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ഇനിയുള്ള 2 മത്സരങ്ങളിൽ 1 മത്സരം തോറ്റാൽ മതി. അതുപോലെ ഡൽഹി ക്യാപിറ്റൽസ് അടുത്തൊരു മത്സരം ജയിച്ചാലും 14 പോയിന്റ് ആവുള്ളൂ. ഒരു പക്ഷേ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ CSKക്ക് കയറാം. പക്ഷേ രാജസ്ഥാൻ റോയൽസ്, പഞ്ചാബ് കിങ്സ് എന്നിവരുടെ കാര്യത്തിലാണ് ചെന്നൈക്ക് വീണ്ടും ആശങ്ക വരുന്നത്. രാജസ്ഥാൻ റോയൽസിന് ഇനിയുള്ള മത്സരങ്ങൾ വരുന്നത് എലിമിനേറ്റഡ് ആയ മുംബൈയും ലക്നൗ സൂപ്പർ ജയൻസും തമ്മിലാണ്. ഇവർ തമ്മിലുള്ള 2 മത്സരം ജയിച്ച ഉറപ്പായും രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് കിടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഏതെങ്കിലും ഒരു മത്സരം ജയിച്ചാൽ വീണ്ടും ചെന്നൈക്ക് സാധ്യതയുണ്ട്. പഞ്ചാബ് കിങ്സ് അടുത്ത മത്സരത്തിൽ LSGയോട് തോക്കുകയും വേണം. എന്നാൽ തന്നെ CSKക്ക് ഇനിയൊരു സാധ്യത ഉള്ളൂ. അതൊക്കെ സംഭവിക്കുന്ന അറിയില്ല. ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ ഇനി CSK പ്ലേ ഓഫിൽ കിടക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ ടീമിനെ വെച്ച് പ്ലേ ഓഫിൽ കിടന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ ചെപ്പോക്കിൽ കൂടി ആരാധകർക്ക് ആശ്വാസമായത് ധോണിയെ ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചു എന്നുമാണ്. ഇന്നലെ ചെന്നൈയുടെ താങ്ക്സ് ഡേ ആയിരുന്നു. കാരണം ചെപ്പോക്കിലെ ഈ സീസണിലെ അവസാന മത്സരമായിരുന്നു ചെന്നൈയുടേത്. അപ്പോൾ ഒരു ഫോട്ടോഷൂട്ട് 2 പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ധോണിയുടെ ഒരു വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ വരുമെന്ന് ചിലരൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും അതൊന്നും ഉണ്ടായില്ല. പുള്ളി എന്തായാലും വിരമിക്കാൻ ഉദ്ദേശിച്ചില്ല. ചിലപ്പോൾ ഈവൻ ടെസ്റ്റിലും ODIയിലൊക്കെ വിരമിച്ച് പോയ പോലെ സൈലന്റ് കില്ലറായി മാറിയേക്കാം. അതായത് ആരോടൊന്നും പറയാതെ പെട്ടെന്നൊരു പ്രഖ്യാപനം വന്നേക്കാം എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. ചിലപ്പോൾ ഒരു വിരമിക്കൽ മാച്ചൊന്നും കളിച്ചൊന്നും വരില്ല. അത് തന്നെയാണ് പുള്ളിയുടെ ആ ഒരു ശൈലിയും. അപ്പോൾ നമുക്ക് നാളെ മത്സരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ വീഡിയോ തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് ചെയ്യും. ടോസ് നേടിയ ചെന്നൈ ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്തുകൊണ്ട് ആ ഒരു ഡിസിഷൻ എടുത്തു എന്ന് എല്ലാവരും അതിശയിപ്പിക്കുന്ന കാര്യമാണ്. കാരണം കഴിഞ്ഞ 4 മത്സരങ്ങളിലും ചെന്നൈ 3 മത്സരം ജയിച്ചത് ചെന്നൈ ചേസ് ചെയ്താണ്. കഴിഞ്ഞ മത്സരം LSGയോട് തോറ്റത് ആദ്യം ബാറ്റ് ചെയ്തിട്ടാണ്. എന്ത് ഈ റീസൺ റെക്കോർഡുകളും വെച്ചിട്ട് പോലും ചെന്നൈ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ക്യാപ്റ്റൻ്റെ തീരുമാനം ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ നല്ലൊരു തുടക്കം സഞ്ജു സാംസണ് നൽകാനായെങ്കിലും 3-ാം ഓവറിൽ സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന് മുന്നിൽ വീഴുകയായിരുന്നു നമ്മുടെ സഞ്ജു സാംസൺ. ചെറിയൊരു ലിറ്റിൽ എഡ്ജ് എടുത്ത് കീപ്പറിൻ്റെ ഇഷാൻ കിഷൻ്റെ കൈകളിലെത്തുകയായിരുന്നു. സഞ്ജു സാംസൺ ഇന്നലെ 13 പന്തിൽ 5 4 1 6 ഉൾപ്പെടെ 27 റൺസാണ് ചെന്നൈക്ക് വേണ്ടി നേടിയത്. അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ട് ചെന്നൈക്ക് നൽകിയത് സഞ്ജുവിൻ്റെ ഈ ഒരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പുറത്ത് ഗെയ്ക്വാദ് എന്ന തുഴയായിരുന്നു. പിന്നീട് 1 ഡൗണായി വന്ന ഉർവിൽ പട്ടേൽ കമ്മിൻസിന് ആ ഓവറിൽ തന്നെ ബാക്ക് ടു ബാക്ക് 6 അടിച്ച് ഗംഭീര തുടക്കം നൽകിയെങ്കിലും ആ ഒരു തീ അവിടെ നെക്സ്റ്റ് ഓവറിൽ സാക്കിബ് ഹുസൈൻ അണക്കിയായിരുന്നു. സാക്കിബ് ഹുസൈൻ ഉർവിൽ പട്ടേലിനെ ബോൾഡാക്കി ഹൈദരാബാദിന് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകിയിരുന്നു. പിന്നീട് 3-ാം വിക്കറ്റിൽ കാർത്തിക് ശർമ്മയും ക്യാപ്റ്റൻ ഗെയ്ക്വാദും ചേർന്ന് 42 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ചെന്നൈ സ്കോർ 90-ൽ എത്തിച്ചു നൽകി. പാറ്റ് കമ്മിൻസ് തന്നെ വീണ്ടും വില്ലനെ വരികയായിരുന്നു. കാർത്തിക് ശർമ്മയെ പുറത്താക്കി പാറ്റ് കമ്മിൻസ് സൺറൈസിന് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ. കാർത്തിക് ശർമ്മ ഇന്നലെ 19 പന്തിൽ 3 4 2 6 ഉൾപ്പെടെ 32 റൺസാണ് ഇന്നലെ ചെന്നൈക്ക് വേണ്ടി നേടിയത്. പിന്നീട് അപ്പുറത്ത് ടെസ്റ്റ് ഇന്നിങ്സ് കളിച്ചുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ ഗെയ്ക്വാദിനെ പാറ്റ് കമ്മിൻസ് പുറത്തോടുകൂടി ചെന്നൈ സ്കോർ 100-4 എന്ന നിലയിലേക്ക് വീഴുകയായിരുന്നു. എന്നാൽ 5-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ശിവൻ ദുബെയും ഡിവാൽ ബ്രൂസും ചേർന്ന് ചെന്നൈ സ്കോർ 150 കടത്തുകയായിരുന്നു. ഇരുവരും കൂടി 5-ാം വിക്കറ്റിൽ 59 റൺസാണ് കൂട്ടിച്ചേർത്തത്. എന്നാൽ 18-ാം ഓവറിൽ ഇഷാമിലിംഗ ഡിവാൽ ബ്രൂസിനെയും തൊട്ടടുത്ത ഓവറിൽ തന്നെ ശിവൻ ദുബെ സാക്കിബ് ഹുസൈനും പുറത്താക്കി സൺറൈസേഴ്സിനെ വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒരുപക്ഷെ ഇരുവരും നിന്നിരുന്നെങ്കിൽ ചെന്നൈ നല്ലൊരു സ്കോറിലെത്തിയാണ്. ഒരുപക്ഷെ 200 എബോവ് കിടന്നതാണ്. കാരണം ഇനിയും ഏകദേശം 10-15 പന്തുകൾ ബാക്കി നിൽക്കുകയാണ് ഇരുവരും പുറത്തായി പോകുന്നത്. പിന്നീട് വന്ന പ്രശാന്ത് വീടിനും അക്കീൽ ഹുസൈനും ചെന്നൈക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതോടുകൂടി ചെന്നൈ സ്കോർ 150 റൺസിൽ ഒതുങ്ങിയായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ഭേദപ്പെട്ട റൺസിലേക്ക് ഒതുങ്ങിയായിരുന്നു. ചെന്നൈ ബാറ്റിങ്ങിൽ ഇന്നലെ എല്ലാവരും 2 അക്കം കിടന്നു തന്നെ പറയാം. അക്കീൽ ഹുസൈനെ ചോദിച്ച് ബാക്കി എല്ലാവരും ഇന്നലെ 2 അക്കം കിടന്നു. എന്നാൽ ഒരു ബൗണ്ടറി പോലും നേടാതെ 2 അക്കം കിടന്ന ഒരു വ്യക്തി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദാണ്.
ഡിവാൾ ബ്രൂയിസാണ് നമ്മളെ ചെന്നൈ നിരയിൽ ടോപ്പ് സ്കോറർ ആയത്. ഡിവാൾ ബ്രൂയിസ് പതുക്കെ ഫോമിലേക്ക് വന്നു തുടങ്ങിയ സമയമാണ്. കാരണം കഴിഞ്ഞ മാച്ചിലും അത്യാവശ്യം ഒരു ബാക്കോട്ട് ഇന്നിങ്സ് കളിച്ചു. സൺറൈസേഴ്സ് ബോളിംഗിൽ നല്ല മികച്ച പ്രകടനം പുറത്തെടുത്തത് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ് തന്നെയാണ്. ഇന്നലെ 4 ഓവറിൽ 28 റൺസ് മാത്രം ഇട്ട് കഴിഞ്ഞ് 3 ചെന്നൈ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാരാണ് ഇന്നലെ പാറ്റ് കമ്മിൻസ് പുറത്താക്കിയത്. ഒപ്പം എടുത്ത് പറയേണ്ടത് ഇഷാൻ മലിംഗയുടെ ഒരു ബോളിംഗ് കാരണം 4 ബോളിൽ വെറും 26 റൺസാണ് ഇഷാൻ മലിംഗ എന്നൊരു വിട്ട് കൊടുത്തത്. ഡിവാൾ ബ്രൂയിസിൻ്റെ, അതായത് ചെന്നൈ ടോപ്പ് സ്കോറായ ഡിവാൾ ബ്രൂയിസിൻ്റെ വിക്കറ്റ് എടുത്തത്. പിന്നെ ഇന്നലെ ഓവർ എക്സ്പെൻസീവ് ബോളറായത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. ഒരു 2 ഓവറിൽ 35 റൺസാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇന്നലെ സൺറൈസേഴ്സിന് ചെന്നൈക്ക് വിട്ടുകൊടുത്തത്. അങ്ങനെ ചെന്നൈയുടെ ഈ ഒരു സ്കോർ ചേസ് ചെയ്യാൻ സൺറൈസേഴ്സ് ബാറ്റർമാരായ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും വരുന്നു. ഇമ്പാക്ട് പ്ലെയറായി വന്ന ട്രാവിസ് ഹെഡ് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അനുവദിക്കാതെ മുകേഷ് ചൗധരി പറഞ്ഞു വിടുകയായിരുന്നു. 6 റൺസ് മാത്രമേ ട്രാവിസ് ഹെഡിന് നേടാനായുള്ളൂ. അങ്ങനെ പവർ പ്ലേയിൽ സൺറൈസേഴ്സ് ബാറ്റർമാരെ കൂടുതൽ അയഞ്ഞാടാൻ വിടാതെ ചെന്നൈ ബോളർമാർ പിടിച്ചെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. പവർ പ്ലേയിൽ സൺറൈസേഴ്സിന് വിടും 45 റൺസ് മാത്രമേ നേടാനായുള്ളൂ. എന്നാൽ 8ാം ഓവറിന് അഖിൽ ഹുസൈൻ അഭിഷേക് ശർമ്മയോടും പുറത്തേക്കൂടി ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരു നേരിയ വിജയപ്രതീക്ഷയ്ക്ക് വന്നു. എന്നാൽ 3ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഇഷാൻ കിഷനും ഹെൻറി ക്ലാസും ചേർന്ന് ഹൈദരാബാദ് ഇന്നിങ്സിനെ കെട്ടിപ്പടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 3ാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് 75 റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി നേടിയത്. ഈ ഒരു പാർട്ണർഷിപ്പ് തന്നെയാണ് ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വിജയത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഇരുവരും ചേർന്ന് സൺറൈസേഴ്സിനെ വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ ഒരു ചെന്നൈ ആരാധകരെ ആവേശത്തിലാക്കിയ ഒരു കാഴ്ച നമ്മൾ കണ്ടത്. നമ്മുടെ 100ാമത് എറിഞ്ഞ 15ാം ബോളിൽ 3ാം ബോൾ നമ്മുടെ സഞ്ജു സാംസന്റെ ഒരു കിടിലൻ മിന്ന സ്റ്റംപിങ്ങിലൂടെ ക്ലാസിനെ പുറത്താക്കി ചെന്നൈക്കൊരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതുവരെ മനസ്സിലെത്തിയിരുന്ന ചെന്നൈ ആരാധകർക്ക് ആവേശത്തിലാക്കാൻ കണ്ട ഒരു കിടിലൻ സ്റ്റംപിങ് നമ്മുടെ സഞ്ജുവിൻ്റെ വക. അതിനുശേഷം സഞ്ജുവും ഹെൻറി ക്ലാസിനും കൂടി ചെറിയൊരു വാക്ക് തർക്കം, അതായത് ഇതുവരെ അങ്ങനെ സീൻസൊന്നും സഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് കണ്ടല്ലോ. പക്ഷെ ഇന്നലെ പുള്ളി കുറച്ചൊരു പ്രഷറിലായിരുന്നു. കാരണം CSK ഏകദേശം തോൽവി മണത്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ ആ ഒരു ചാൻസ് കിട്ടിയപ്പോൾ പുള്ളി അങ്ങോട്ട് ആ ഒരു ആവേശത്തിലായിരുന്നു വേണമെങ്കിൽ പറയാം. 15ാം ഓവറിൽ ഹെൻറി ക്ലാസ് നഷ്ടമായെങ്കിലും മറുവശത്ത് ഉറച്ചെന്ന ഇഷാൻ കിഷൻ ഈസിയായി സൺറൈസേഴ്സിനെ അവരുടെ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡി സലീൽ അറോറയ്ക്ക് കൂട്ടുപിടിച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് വെറും 5 വിക്കറ്റ് നഷ്ടത്തിൽ 180 എന്നൊരു സ്കോർ മറികടക്കുകയും അതുപോലെ തന്നെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുകയായിരുന്നു. ഇഷാൻ കിഷൻ ഇന്നലെ 47 പന്തിൽ 7 4 3 6 ഉൾപ്പെടെ 70 റൺസാണ് ഇന്നലെ സൺറൈസേഴ്സിന് വേണ്ടി ഹീറോ ഓഫ് ദ മാച്ച് ആയത്, അതായത് പ്ലെയർ ഓഫ് ദ മാച്ചായി മാറുകയും ചെയ്തു. 6 റൺസ് അകലെ ഇഷാൻ കിഷൻ പുറത്തായെങ്കിലും സ്മരാൻ രവിചന്ദ്രൻ ആ ഒരു 4 അടിച്ച് ഹൈദരാബാദിന് കളി ഫിനിഷ് ചെയ്ത് കൊടുക്കുകയായിരുന്നു. കളിക്ക് ശേഷം ഇഷാൻ കിഷൻ്റെ ഒരു ട്രോളൊക്കെ ഉണ്ടായിരുന്നു. വിസിലടിച്ച് വീട്ടിൽ പോകുന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നൈയെ ഒരു ചെറുതായിട്ടൊന്ന് ആക്ഷേപിക്കുകയും ചെയ്തു. പക്ഷേ ഇതിനെല്ലാം ഒരു തിരിച്ചടി നൽകാൻ അടുത്ത സീസണ് ചെന്നൈക്ക് സാധിക്കട്ടെ എന്ന് വെച്ചാൽ ഈ സീസൺ ഇപ്പോൾ ഏതായാലും പോയി. അടുത്ത സീസൺ ഇനിയിപ്പോൾ ധോണിയൊക്കെ കളിക്കുമെന്നൊന്നും അറിയില്ല. ഒരു പക്ഷേ എങ്ങനെയാണെന്ന് അറിയില്ല. ഫിറ്റ്നസ്സും കാര്യങ്ങളും പുള്ളിക്ക് കീപ്പ് ചെയ്യുകയോ ചെയ്താൽ തന്നെ അടുത്ത സീസൺ ധോണി കളിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ ഏറ്റവും വലിയ തലവേദന ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ കാര്യത്തിലാണ്. പുള്ളി ഇമ്മാതിരി കളി കളിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ടി വരും. ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റിയാൽ അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദിനെ ടീമിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരും. കാരണം അത്രത്തോളം പ്രഷറുണ്ട് ഇപ്പോൾ ചെന്നൈക്ക് ഈ ഗെയ്ക്വാദിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതായിരിക്കും.